സാഹിത്യം വിപണിവത്കരിക്കപ്പെടുന്നതാണ് ഭാഷ ഇന്ന് നേരിടുന്ന വെല്ലുവിളിയെന്ന് കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പ്രസ്താവിച്ചു. കെ.എ. മനാഫിന്റെ ഫക്കീർ എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എഴുത്തുകാർ കമ്പോളത്തിന്റെ താൽപര്യങ്ങൾക്ക് വഴങ്ങുന്നത് നല്ല പ്രവണതയല്ല. മനുഷ്യനെ സ്വാധീനിക്കുന്ന മികച്ച രചനകൾ ഇന്ന് കുറവാണ്. കവിതയിലും വൈവിധ്യം കുറഞ്ഞു വരുന്നുണ്ടെന്നും അശ്രദ്ധമായി രചിക്കപ്പെടുന്നവ കാലത്തെ അതിജീവിക്കുകയില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കെ.എ. മനാഫിന്റെ ഫക്കീർ എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈടുറ്റതും പുതുമയുള്ളതുമായ രചനകളാണ് ഈ സമാഹാരത്തിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നോവലുകളുടെയും കഥകളുടെയൊക്കെ ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് മാർക്കറ്റിന് അനുഗുണമായ രീതിയിൽ എഴുതപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. നമ്മുടെ പഴയ കാലത്തെ നമ്മളിപ്പോൾ മലയാള സാഹിത്യത്തിന്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ക്ലാസിക് അല്ലെങ്കിൽ നിയോ ക്ലാസിക്, റിയലിസ്റ്റിക്, പിന്നെ റവല്യൂഷണറി റിയലിസം അല്ലെങ്കിൽ റൊമാന്റിസം, അങ്ങനെ പലതരത്തിലുള്ള ഇസങ്ങൾ, മോഡേണിസം, ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൂടെ നമ്മുടെ സാഹിത്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഈ എല്ലാ ഇസങ്ങളും പോസ്റ്റ് മോഡേണിസം വരെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഈ എല്ലാ ഇസങ്ങളും കടന്നുപോയി കഴിയുമ്പോൾ ചില പുസ്തകങ്ങളോട് അവശേഷിക്കുകയാണ്. ഈ പുസ്തകങ്ങളിലേക്ക് നമ്മൾ ചെല്ലുന്നത് ഇസം കൊണ്ടൊന്നുമല്ല. നമ്മൾ ഇപ്പോഴും രാമപിള്ളയുടെ നോവലുകൾ വായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാരൂരിന്റെ കഥകൾ വായിക്കുന്നുണ്ടെങ്കിൽ, ബഷീറിനെ വായിക്കുന്നുണ്ടെങ്കിൽ, മുകുന്ദനെ വായിക്കുന്നുണ്ടെങ്കിൽ, കാക്കനാടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് അവർ ഏതെങ്കിലും പ്രത്യേക പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിരുന്നുകൊണ്ടോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും സവിശേഷമായിട്ടുള്ള ഒരു സാഹിത്യ ശാഖയിലെ ഒരു വിഭാഗത്തിന്റെ ആളുകളായിട്ട് പ്രവർത്തിച്ചതുകൊണ്ടൊന്നുമല്ല. അത് നമുക്കെന്തോ അതിനുള്ള ഒരു വളരെ വ്യത്യസ്തങ്ങളായിരിക്കാം. ഇപ്പൊ സി.വി. രാമപിള്ളയുടെ നോവലും സി.വി. ബാലകൃഷ്ണന്റെ നോവലും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ നമ്മൾ രണ്ടും വായിക്കുന്നു എന്നുള്ളത് അതാണ് സർഗാത്മകതയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സംഗതി ഞാൻ വിചാരിക്കുന്നു. ലൂഹിയ ഫാത്തിമയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ കവി വീരാൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ഒരു ദൃശ്യത ഇഷ്ടപ്പെടാത്ത ഒരാളെ പോലെ നിശബ്ദതയെ കൂടുതൽ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന, അങ്ങേയറ്റം വിനയത്തോടെ സുഹൃത്തുക്കളോടൊപ്പം, രാജേട്ടനോടും ജയരാഘവനോടൊക്കെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ഏറ്റവും വിനയാന്വിതനായിട്ടുള്ള ഒരു കലാകാരനായിട്ടാണ് മനാഫ്. ഇതുവരെ എൻ്റെ ഒരു ദൃഷ്ടിയിൽ എങ്ങനെയാണ് കണ്ടത്. ചിലപ്പോൾ എന്നിൽ വ്യത്യസ്തമായിട്ടുള്ള അനുഭവം ഉണ്ടാകാം പലർക്കും. ഇങ്ങനെ ഒരു കലാകാരൻ്റെതായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള സങ്കോചങ്ങളും ഉള്ളിൽ സൂക്ഷിക്കുന്ന, അതിൻ്റെ മിതത്വം സൂക്ഷിക്കുന്ന ഒരാൾ കിട്ടേണ്ട പലതരത്തിലുള്ള അംഗീകാരങ്ങൾ ഒരുപക്ഷെ കിട്ടാതെ പോവുകയും അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചെയ്തിട്ടുള്ള ഒരു ഉത്തമ എഴുത്തുകാരൻ ഇന്ന് നമ്മുടെ മുന്നിൽ അദൃശ്യതയുടെ എല്ലാ കാലവും മാറ്റിവെച്ചുകൊണ്ട് വെളിച്ചപ്പെടുന്ന ഒരു സന്ദർഭമാണ്. പ്രകാശനം എന്നുള്ളതിന് വെളിച്ചപ്പെടുക എന്നൊരർത്ഥം കൂടിയുണ്ട്. പുസ്തകം മാത്രമല്ല, മനാഫ് എന്ന എഴുത്തുകാരൻ കൂടി വെളിച്ചപ്പെടുന്ന, പ്രകാശനം ചെയ്യപ്പെടുന്ന ഒരു ചടങ്ങായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ എം മുരളീധരൻ പുസ്തക പരിചയം നടത്തി. ബെന്ന ചേന്തമംഗളൂർ പുസ്തകം ഏറ്റുവാങ്ങി. കെ.വി. സജ്ജയ് മുഖ്യ പ്രഭാഷണം നടത്തി. രാവിലെ കാഞ്ഞങ്ങാട് അംബികാസുധൻ മങ്ങാടിന്റെ ഒരു കഥാ ചർച്ചയിൽ പങ്കെടുത്ത് കഥാപഠനങ്ങളുടെ സമാഹാരമായ ഉൾക്കഥ എന്ന പുസ്തകത്തിന് ഓടക്കുള്ള അവാർഡ് കിട്ടിയ ഇ.പി. രാജഗോപാലൻ മാഷിനെ അനുമോദിക്കുന്ന ഒരു ചടങ്ങിൽ, രണ്ടും ഒരുമിച്ചായിരുന്നു, ഒരേ ചടങ്ങിൽ വെച്ചായിരുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ഇവിടെ ഒരു കഥാ സമാഹാരത്തിന്റെ പ്രകാശനം. അങ്ങനെ കഥ മുതൽ കഥ വരെ എന്നതുപോലെ കഥയാൽ തുറക്കുകയും കഥയാൽ അടയ്ക്കുകയും ചെയ്യുന്ന ഒരു ദിവസത്തിന്റെ വാതിൽ പോലെയാണ് ഈ ദിവസം എന്നെ സംബന്ധിച്ചത്. മഥനൻ, വി.ടി. മുരളി, കെ. രാജീവൻ, നജീബ് മൂടാടി, തയ്യുളത്തിൽ രാജൻ, കെ.എ. മനാഫ്, റസാഖ് കല്ലേരി എന്നിവർ സംസാരിച്ചു.